മലപ്പുറം ജില്ലയിലെ ചെറുകാവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദേവിയും ഗണപതി എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൻ്റെ പരിസരത്ത് മണ്ണെടുത്തപ്പോൾ ചില പുരാതന അവശേഷിപ്പുകളും ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാരനായ ജയേട്ടനോട് ചോദിച്ചു നോക്കാം. ഈ അമ്പലത്തിലേക്ക് ഭക്തർക്ക് എത്തുന്നതിന് ഏതൊക്കെ വഴി എത്താൻ പറ്റും? കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പെരിയമ്പലം എന്ന സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ പള്ളിക്കൽ ബസാർ റോഡിന് വന്നു കഴിഞ്ഞാൽ തിരുമല ദേവീക്ഷേത്രത്തിലേക്ക് എത്താം. പിന്നെ കാക്കഞ്ചേരിയിൽ നിന്നും പള്ളിക്കൽ വഴി ഈ ക്ഷേത്രത്തിലേക്ക് എത്താം. കാക്കഞ്ചേരിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഏകദേശം പള്ളിക്കലിൽ നിന്ന് പെരിയമ്പലം റോഡിന് വന്നു കഴിഞ്ഞാൽ തിരുമല ദേവീക്ഷേത്രത്തിൽ എത്താൻ കഴിയും. ഈ അമ്പലത്തിന് ഏകദേശം ഒരു കാലപ്പഴക്കം എത്ര ഉണ്ടാവും? നമ്മളെ പ്രശ്നവശത്തിൽ കിട്ടിയത് 2000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ്. പിന്നെ ഇവിടെ വഴിപാടുകളൊക്കെ ഏതൊക്കെയുള്ളത്? വഴിപാട് പ്രധാനമായിട്ട് ഭഗവതിക്ക് ഉള്ളത് ഭഗവതി സേവ ഉണ്ട്, കഠിനപായസം ഉണ്ട്, പിന്നെ ത്രിമധുരം, നെയ്വിളക്ക്, ഇത് തന്നെയാണ് പ്രധാന വഴിപാടുകൾ. ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മണ്ണൊക്കെ എടുത്ത സമയത്ത് എന്തൊക്കെയോ പുരാതനമായ അവശേഷിപ്പ് ലഭിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയായിരുന്നത്? പുരാതനമായ പഴയ വിഗ്രഹത്തിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബലിക്കല്ലുകളൊക്കെ മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തറകളുള്ള കരിങ്കല്ലുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു വിധം സാധനങ്ങളൊക്കെ പഴയ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ അമ്പലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എങ്ങനെയൊക്കെയുള്ളത്? ഐതിഹ്യം ദേവി കാടാമ്പുഴയ്ക്ക് പോയപ്പം ഋതുവായ സമയത്ത് ഇവിടെ ഇരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. പ്രധാനപ്പെട്ട ഈ പ്രതിഷ്ഠകൾ ദേവി ആണ്, ഒക്കത്ത് ഗണപതി, ഈ രണ്ട് പ്രതിഷ്ഠകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വിവാഹം, ചോറൂണ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ അമ്പലത്തിലുണ്ടോ? വിവാഹം, ചോറൂണ്, എഴുത്തിനെഴുത്തിൽ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. നട തുറക്കുന്ന നട അടയ്ക്കുന്നൊക്കെ സമയം എങ്ങനെയൊക്കെയാണ്? നട രാവിലെ 6 മുതൽ 9 വരെയും വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുമാണ് സമയം. ഈ ദേവീക്ഷേത്രമായതിനാൽ ഇവിടെ മുട്ടർക്കൽ മുട്ടറക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശത്രുദോഷത്തിനും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങൾക്കും വേണ്ടി നമ്മളിവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ, വൈകുന്നേരമില്ല, രാവിലെ മുട്ടറക്കാറുണ്ട്. ശ്രീ തിരുമല ദുർഗാദേവി ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണവും ശ്രീകോവിൽ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നല്ലവരായ ഭക്തജനങ്ങളിൽ നിന്നും സംഭാവനകൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് സംഭാവന ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. Audio Jungle.